Good morning, sir. Hansi, good morning. Good morning, sir. Suri, good morning. Good morning, sir. അനു ഗുഡ് മോർണിംഗ്. കണ്ടിട്ട് കുറച്ച് ദിവസം ആയ പോലെ തോന്നുന്നു. കുറച്ചു നാളായി സർ. നമ്മളെന്തെങ്കിലുമൊക്കെ ജനറൽ ടോപ്പിക് ഇടുമ്പോഴേ നമ്മൾ നോക്കൂല, പറയാൻ പറ്റിയ ആൾക്കാരെയൊക്കെ നോക്കുന്ന കൂട്ടത്തില് കാണാണ്ടാവുമ്പോ നമ്മളിപ്പോ അന്വേഷിക്കണത്. യെസ്, കുറച്ച് തിരക്കിലായി പോയി. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്, നോ പ്രോബ്ലം. അപ്പൊ ഇന്ന് നമ്മുടെ ടീച്ചറിന്റെ പീരീഡാണ്. അപ്പൊ ടീച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. ചിലപ്പോ നാളെ ഞാൻ തന്നെ ആയിരിക്കും. ബോറടിക്കോ ആൻസി? ഇല്ല സർ, സാറിന്റെ ക്ലാസ് ബോറടി ഇല്ല. ഇല്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും അപ്പൊ ഇന്നലെയും എന്നോട് കയറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഏതായാലും കയറി തുറച്ച് ഇപ്പൊ ചൊവ്വാഴ്ച ആരുണ്ടായി, ബുധനാഴ്ചയും കയറി, വ്യാഴാഴ്ചയും കയറി, വെള്ളിയാഴ്ചയും കയറുമ്പോ അവര് പറയൂലേ സാറേ ഇംഗ്ലീഷ് തന്നെയുള്ളൂ എന്ന് ചോദിക്കൂലേ. അല്ലെങ്കിൽ ബോറടിപ്പിക്കാതെ ഞാൻ നോക്കും. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നിങ്ങളൊക്കെ നല്ല കോപ്പറേഷൻ ഉള്ള പിള്ളേരായതുകൊണ്ട് അത് കുഴപ്പമില്ല. നമ്മളങ്ങനെ രസകരമായിട്ട് മുന്നോട്ട് പോകും. യെസ്, നിങ്ങൾ പിന്നീട് ഭാവിയിൽ ടീച്ചർമാരൊക്കെ ആയിക്കഴിയുമ്പോൾ അതുപോലെ ഇരിക്കും. അത്രയും സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മൾ മികച്ച രീതിയിലൂടെ നമ്മൾ വരുന്നത്. യെസ്, ശരിയല്ലേ? അത് നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും പാലിച്ചിരിക്കുന്നു. യെസ്, അതിനോടൊപ്പം തന്നെ ജിൻസി ഗുഡ് മോർണിംഗ്. അതിനോടൊപ്പം തന്നെ എന്ത് ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന്റെ ആശ്വാസം കിട്ടുന്നത് മറ്റുള്ളവർ പറയാനായിട്ട്. അപ്പൊ റിലീഫ് ആയിരിക്കണം നിങ്ങൾ, ഒരു മെഡിസിൻ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് യെസ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ആരായിരിക്കും പ്രാർത്ഥന? ആരുമില്ല എങ്കിൽ നമുക്ക് ആരംഭിക്കാം. തോട്ട് ഓഫ് ദി ഡേ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ആരംഭിക്കാം. ആരതി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ 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 ഓക്കെ. യെസ്, നമുക്ക് വിഷയത്തിലോട്ട് കടന്നാലോ? എന്ത് പറയുന്നു ശ്രുതി? ഓക്കെ ഓക്കെ. ഇതോ എന്നാ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. Story. In a forest on a tree, there lived a many lovely little birds who did everything together. But there was one bird called Minnie who was very proud. She did not mix with the other birds. One day, when Minnie was away, a hunter came to the forest and laid a trap on a hedge near the tree. The birds saw him do it, and they did it to hide themselves. They also told Minnie about it and asked her to be careful. But proud Minnie did not pay attention to the words. "Oh, you scout. I am not scared. Nobody can catch me." And she fluttered her feathers proudly and flew away. The next day, while all the birds remained in their nests, Minnie flew out. As usual, she went and sat on the hedge. The next moment, she was trapped in the hunter's nest. "Help me, please help me," she cried. Hearing her cries, all the other birds flew to her. They cut the net with their beaks and so Minnie could fly out of the trap. She thanked her friends. After that day, she began to catch worms and fly along with them. Thank you. യെസ്, ഓക്കെ ശ്രുതി. ഇതൊക്കെ നേരത്തെ സ്റ്റഡി ആയിട്ട് വെച്ചേക്കുന്നല്ലേ? ഒരു വെടിക്കുളം വരുന്നപ്പോഴും കയ്യിലിങ്ങനെ വെക്കും അല്ലേ ശ്രുതി? അത് കഴിഞ്ഞതിന് ശേഷം പമ്മി ഒന്നും അറിയാൻ പാടില്ല എന്നുള്ളതിരിക്കും. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്.
യെസ്, നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടി ഉള്ളൂ, അവിടെ കഴിഞ്ഞാൽ നമുക്ക് തീർത്തിട്ട് നമുക്ക് അടുത്ത വിഷയത്തോട്ട് വരാം. അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രേസൽ വെർബിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രേസൽ വെർബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 വേർഡുകൾ തമ്മിൽ ചേരുമ്പോഴാണ് അത് ഫ്രേസൽ വെർബ് ആവുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ ബാലൻസ് നമുക്ക് നോക്കാം. അപ്പോ ആൻസി, യെസ്, അപ്പൊ ആൻസിനെ ആരംഭിക്കാം. അയ്യോ സാർ ഞാനോ? യെസ്, അല്ല, യൂട്യൂബ് പറയാത്തവരുണ്ട് സാർ. ഇന്ന് ക്ലാസ്സിൽ കയറിയിൽ പറയാത്തവരുണ്ട്. ഞാൻ പറഞ്ഞു സാറ്. എന്നുള്ളത് ഞാൻ വേണേ സാറിന് പേര് പറഞ്ഞു തരാം ആരൊക്കെയാണെന്ന്. സാർ അനുചേച്ചി നല്ലപോലെ പറയും സാർ. ചേച്ചിയെ കൊണ്ട് പറയിപ്പിക്കോ? പറയാം. ഇന്നിപ്പോ അങ്ങനെ കുറച്ചു പേരല്ലേ ഉള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നു ആ ചേച്ചി പ്രസന്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ചേച്ചി 2 ക്ലാസ് കയറി, എനിക്കറിയത്തില്ല. വായിച്ചാ മതിയോ? ചുമ്മാ വെറുതെ വായിച്ചു പോകാനായിട്ട്. ആൻസി പറയണ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലതേ, ചുമ്മാ വെറുതെ. അയ്യോ, പ്രശ്നങ്ങളല്ല. നമ്മൾ മീനിങ് പറയുമ്പോ തെറ്റാൻ പാടില്ലല്ലോ, അതാ. അതിനല്ലേ ഞാനുള്ളത്. എപ്പോഴെങ്കിലും മീനിങ് തെറ്റിയതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും? നിങ്ങൾ തെറ്റിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ കയറി ഇടപെടല്ലേ? ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സാറുണ്ട്, അപ്പൊ ഞാൻ കയറി ഇടപെടല്ലേ? അല്ലാതെ എന്താ ഇങ്ങനെ പറഞ്ഞതല്ല. അപ്പൊ ഫാക്കൽറ്റി, അപ്പൊ ഞാൻ കയറി ഇടപെടല്ലോ. ഓക്കെ, നമുക്ക് ശരിയാക്കി എടുക്കാം. ഓക്കെ, അതൊക്കെ ഇങ്ങനെ വിട്ടുതരും. അപ്പൊ അതിനും ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ഞങ്ങൾ 50 എണ്ണം വരെ പറഞ്ഞിട്ടുണ്ട്. 51ാമത്തെ വാക്ക് വായിക്കുക, അതിന്റെ അർത്ഥം വായിക്കുക, അതിന്റെ അടിയിൽ അത് വെച്ചിട്ടുള്ള സെന്റൻസ് കൊടുത്തിട്ടുണ്ടാവും. അത് വായിച്ചിട്ടും കൂടി അതിന്റെ അർത്ഥം കൂടി പറഞ്ഞു കൊടുക്കും. 51 മീനിങ് പറയണോ സാർ സെന്റൻസിന്റെ? അതെ, സെന്റൻസിന്റെ ഒരു ഓളത്തിനെക്കാട് ഒരു പല ലെവലായാൽ മതി. ബാക്കി വരുമ്പോ ഞാൻ കയറി ശരിയായിക്കോളാം. ഡോണ്ട് വറി. ഒരു കാര്യം ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൽ ശ്രുതി ഉണ്ടായില്ലേ? അപ്പൊ ശ്രുതി ആദ്യം വായിക്കും. അപ്പൊ ആൻസിക്ക് അതിന്റെ ടെക്നിക്ക് കൂടി കിട്ടിക്കോ. അപ്പൊ അടുത്തത് നോക്കാട്ടെ ശ്രുതി. 51 ശ്രുതി. Put up, stay, build, rent. She put up at the lodge for the night yesterday. Put up 2 ഇതിന്റെ സ്റ്റേ എന്നും അർത്ഥമുണ്ട്, ബിൽഡ് ചെയ്യാന്നുള്ള അർത്ഥമുണ്ട്. ഈ സെന്റൻസിൽ പറയുന്നത് അവള് എന്താണ് യെസ്റ്റർഡേ നൈറ്റ് ഒരു ലോഡ്ജിലാണ് സ്റ്റേ ചെയ്തത്. അടുത്തത് ഷീ പുട്ട് അപ്പ് എ സ്ട്രോങ് വാൾ അറൌണ്ട് ഹിസ് ഹൗസ്. അവള് അവളുടെ വീടിന് ചുറ്റും ഒരു സ്ട്രോങ് വാൾ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേ താമസിക്കുക, ബിൽഡ് നിർമ്മിക്കുക, ഇറക്റ്റ് സ്ഥാപിക്കുക. അല്ല, ആദ്യത്തെ സെന്റൻസ് പറഞ്ഞിട്ടുണ്ട് ഷീ പുട്ട് അപ്പ് അറ്റ് ദ ലോഡ്ജ് ഫോർ ദ നൈറ്റ് യെസ്റ്റർഡേ. ഇന്നലെ രാത്രി അവൾ താമസിച്ചത് ശ്രുതി പറഞ്ഞ പോലെ ആ ലോഡ്ജിലാണ്. ഷീ പുട്ട് അപ്പ് എ സ്ട്രോങ് വാൾ അറൌണ്ട് ഹിസ് ഹൗസ്. അവന്റെ വീടിന് ചുറ്റും അവൾ എന്ത് ചെയ്തു? ഒരു മതില് ബിൽഡ് നിർമ്മിച്ചു. അടുത്തത് Put up with. Tolerate തർക്കിക്കുക, അതല്ലേ? യെസ്, സഹിഷ്ണുത. I can't put up with your rudeness anymore. rudeness ആയിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. യെസ്, വെരി ഗുഡ്. നമ്മളെ ഈ ടോളറേറ്റിനെ കുറിച്ച് ഇ.എം. ഫോസ്റ്റർ എഴുതിയേക്കുന്ന ഒരു ലേഖനമുണ്ട്, അല്ല ഒരു എസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത, നമ്മൾ ഇതുവരെക്ക് പരിചയമില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അവരെ നമ്മൾ ദ്രോഹിക്കാതിരിക്കും. യെസ്, അതിനെയാണ് ടോളറൻസ് പറയുന്നത്. സഹിഷ്ണുത എന്ന് പറയുന്നതാണ്. യെസ്, ഞാൻ പറയുന്നത് മാത്രം ശരി, ബാക്കി എല്ലാവരും പറയുന്നത് തെറ്റ് എന്ന് ചിന്തിക്കാത്തിടത്താണ് ടോളറൻസ് ഉള്ളത്. നോക്കി, പുട്ടപ്പ് ഉണ്ട്, പുട്ടപ്പ് വിത്ത് ഉണ്ട്. പുട്ടപ്പ് നേരത്തോട്ട് മുകളിലുണ്ട്, ഒരു വിത്ത് കൂടി വരുമ്പോൾ മീനിങ് മാറി. ടോളറേറ്റ്. ഐ കനോട്ട് പുട്ടപ്പ്, ദാറ്റ് മീൻസ് ഐ കനോട്ട് ടോളറേറ്റ്. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. യുവർ റൂഡ്നെസ് എനിമോർ. നിങ്ങളുടെ ഈ റൂഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ദേഷ്യം, പരിപരിത സ്വഭാവം, അതിനോട് ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അടുത്ത വായിച്ചു. Put down, write, suppress. The armed force put down revolt. താഴെ അതാണോ സപ്രസ്? അതെ, സപ്രസ്, കീഴടക്കുക. അപ്പൊ ആം ഫോഴ്സ് അവരുടെ റിവോൾട്ട് വെച്ച് കീഴടങ്ങി എന്നുള്ളതാണ്. ലെറ്റ് മീ പുട്ട് ഡൗൺ യുവർ ടെലിഫോൺ നമ്പർ. ഇതിൽ പറയുന്നത് റൈറ്റ്, ഞാൻ നിന്റെ ഫോൺ നമ്പർ എഴുതിക്കോട്ടെ എന്നാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പുട്ട് ഡൗൺ, റൈറ്റ്, സപ്രസ്, കീഴടങ്ങുക. The armed forces, സായുധ സേന, പുട്ട് ഡൗൺ ദ റിവോൾട്ട്. റിവോൾട്ട് ലഹള. ലഹള എന്ത് ചെയ്തു? അടിച്ചമർത്തി, കീഴടക്കി. ലെറ്റ് മീ പുട്ട് ഡൗൺ, ലെറ്റ് മീ റൈറ്റ്, ഞാൻ എഴുതിയെടുത്തോട്ടെ യുവർ ടെലിഫോൺ നമ്പർ. നെക്സ്റ്റ് വൺ. Run out becomes used up so that there is no more left. Can I use your lighter? I have run out of matches. It looks as if oil will run out faster than coal. എനിക്ക് മനസ്സിലായില്ല. Yes, I will help you. Run out. നമുക്ക് റൺ ഔട്ട് എന്ന് പറഞ്ഞ വേർഡ് ക്രിക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആള് റൺ ഔട്ട് ആയി അല്ലേ? ഓക്കെ. ബിക്കം യൂസ്ഡ് അപ്പ് സോ ദാറ്റ് there is no more left. അതായത് ഉപയോഗിച്ച് തീരുക, അതാണ് റൺ ഔട്ട്. ഉപയോഗിച്ച് ഫിനിഷ് ആവുക. യെസ്. Can I use your lighter? ഞാൻ നിങ്ങളുടെ ലൈറ്റർ ഒന്ന് ഉപയോഗിച്ചോട്ടെ. I have run out of matches. എന്റെ കയ്യിലെ തീപ്പെട്ടി തീർന്നുപോയി. ഉപയോഗിച്ച് തീർന്നുപോയി. രണ്ടാമത്തെ സെന്റൻസ് ആണ്, വേറെ എക്സാമ്പിൾ ആണ്. അപ്പൊ എഴുതിയപ്പോ അങ്ങനെ വന്നത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഓയിൽ, എണ്ണ, വിൽ റൺ ഔട്ട് ഫാസ്റ്റർ, വേഗത്തിൽ തീരും, ദാൻ കോൾ, കൽക്കരിയേക്കാൾ വേഗത്തിൽ എണ്ണ ഭൂമിയിൽ അവശേഷിക്കുന്നത്, വേഗത്തിൽ അവസാനിക്കുന്നത്. ഒരെണ്ണം കൂടി. Send for someone. The condition of the patient has become critical condition. They send for the doctor. അതിനകത്ത് രണ്ട് സ്ഥലത്ത് കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതിന് രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാം. ഒരെണ്ണം മതി. ഓക്കെ. Set about. ഞാൻ ഒന്നുകൂടി പറയുന്നു. ഓക്കെ, ഒരു മിനിറ്റ് ശ്രുതി. സെൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ സമൺ. നമ്മൾ കോടതിയിൽ നിന്നൊക്കെ നിങ്ങളൊരു സാക്ഷിയായിട്ട് നിങ്ങളെ കോടതിയോട് വിളിക്കുകയാണെങ്കിൽ അവരുടെ സമൻസ് അയക്കും. സമൻസ് അയക്കാന്ന് ആളെ വിളിപ്പിക്കുക. സമൻസിനകത്ത് വിളിപ്പിക്കാന്നാണ്. ഈ സമൻസിലുണ്ടാവും നമ്മൾ ഏത് കേസിലാണ് ഹാജരാകുന്നത്, ഏത് കേസിന്റെ നമ്പർ, ഇതാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ കേസ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ സമൻസ് എന്നുള്ളതിന്റെ വേറൊരു വെർബാണ് സമൺ, വിളിക്കുക. ഓക്കെ. The condition of the patient has become critical. രോഗിയുടെ അവസ്ഥ ക്രിട്ടിക്കലാണ്. They sent for the doctor. അവരെ ഡോക്ടറെ വിളിക്കാൻ ആലോചിച്ചു. ഓക്കെ. സുധിലക്ഷ്മി, വെരി ഗുഡ്. ഓക്കെ. യെസ്, സുധിലക്ഷ്മിയുടെ മൈക്കിൽ നിന്നെന്തോ ഒത്തിരി വോളിയം കുറവാണ്. അല്ലെങ്കിൽ ഒന്ന് കേട്ടി പിടിച്ചിട്ട് ഓണൊന്ന് മാറ്റി പിടിച്ചോളൂ. യെസ്, ഓക്കെ. അനു, നമ്മുടെ മെത്തേഡ് ഇവിടെ കിട്ടിയില്ലേ? മനസ്സിലായി സാർ. ഇത് തന്നെ കേസ്, സിമ്പിൾ. സെറ്റ് അബൌട്ട് വെച്ച് വായിച്ചു. നമ്പർ 55 അല്ലേ സാർ? 56. Set about, start. Some people find it difficult to start a conversation. Yes. Set about എന്ന് പറഞ്ഞാൽ തുടങ്ങുക. കുറച്ച് ആളുകൾക്ക് ഇപ്പൊ സംസാരം, ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു സംഭാഷണമോ തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. Some people find it difficult to start a conversation. Correct. Some people find it difficult to start a conversation. ചില ആളുകൾക്ക് ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയില്ലേ? ഓക്കെ. അടുത്തത്
സെറ്റ് ഓഫ് സ്റ്റാർട്ട് എ ജേർണി. ഓക്കെ ഓക്കെ അതായത് നമ്മൾ എവിടെയെങ്കിലും പുറപ്പെടാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പറയാം സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് സ്റ്റാർട്ട് എ ജേർണി. They set off the excursion on a fine morning to Chennai. അവര് ചെന്നൈയിലോട്ടുള്ള ടൂറ് എക്സ്കർഷൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ നമുക്ക് പറയാം ഐ സെറ്റ് ഓഫ് ടു ചെന്നൈ. Set off the excursion on a fine morning to Chennai. Fine morning. ഒരു ഊഷ്മളമായ പ്രഭാതത്തിൽ അവര് ചെന്നൈയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കയ്യിലൊക്കെ ചേർത്തോട്ടാ ലെവൽ ചെയ്ത് പിടിച്ചോ, ടീച്ചറാണല്ലോ. ഓക്കെ. 58 സെറ്റപ്പ് റേസ് എസ്റ്റാബ്ലിഷ്. ഒരു കാര്യം ബിൽഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു കാര്യം സ്ഥാപിക്കുകയും ചെയ്യുന്നതിന് നമുക്ക് സെറ്റപ്പ് യൂസ് ചെയ്യാം. റോഡ് ബ്ലോക്സ് വെയർ സെറ്റപ്പ് ബൈ ദ പോലീസ് ടു ക്യാച്ച് ദ എസ്കേപ്ഡ് പ്രിസണർ. രക്ഷപ്പെട്ടു പോയ ജയിൽ പുള്ളിയെ പിടിക്കാൻ വേണ്ടി പോലീസുകാര് ഒരു റോഡ് ബ്ലോക്ക് ചെയ്തു. രണ്ടാമത്തെ എ ന്യൂ ഗവൺമെന്റ് വാസ് സെറ്റപ്പ് ആഫ്റ്റർ ദ കോമൺ എലക്ഷൻ. എലക്ഷന് ശേഷം പുതിയൊരു ഗവൺമെന്റ് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ യൂസ് ചെയ്തത്. അടുത്ത പോരെ സാർ? 59 ടേക്ക് ആഫ്റ്റർ റിസംബിൾ. അതൊരു സാദൃശ്യപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമുക്ക് ടേക്ക് ആഫ്റ്റർ യൂസ് ചെയ്യാം. സാദൃശ്യപ്പെടുത്തി സംസാരിക്കുക അല്ലെങ്കിൽ സാദൃശ്യം തോന്നുക. മരിയ റിയലി ടേക്സ് ആഫ്റ്റർ ഹെർ മദർ. മരിയ അവളുടെ അമ്മയെ പോലെ തോന്നുന്നു. കയ്യിൽ ചേർത്തോ, അർത്ഥം കറക്റ്റാവാൻ പറ്റിയ സംഗതി കയ്യിട്ടോ. റിസംബിൾ ഒരുപോലെ തോന്നുക എന്ന് അർത്ഥമുണ്ട് കേട്ടോ. മരിയ അവളുടെ അമ്മയെ പോലെ തന്നെ തോന്നുന്നു. മരിയനെ കണ്ടു കഴിഞ്ഞാൽ ഈ അമ്മയുടെ മകളാണെന്ന് ചോദിക്കണ്ട, കാരണം രണ്ടുപേരും എന്താണ് റിസംബിൾ ഒരുപോലെ ഇരിക്കും. ഓക്കെ, അടുത്തത് ടേക്ക് ഇൻ ടു റിസീവ് ഇൻ വൺസ് ഹൗസ്. ടു റിസീവ് ഇൻ വൺസ് ഹൗസ്, ഒരാളുടെ വീട്ടിലേക്ക് സ്വീകരിക്കുക. They took me in and fed me. അവരെന്നെ അകത്തേക്ക് സ്വീകരിച്ച് fed me എന്ന് പറഞ്ഞു. ഫീഡിന്റെ പർസൻസ്. ഓക്കെ ഓക്കെ, ഭക്ഷണം തന്നു എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ they took me in and fed me. അവര് എന്നെ അകത്തേക്ക് വിളിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫുഡ് തന്നു. ഓക്കെ 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 ഓക്കെ. വിദ്യ? യെസ് സർ. ഓ യെസ്, വിദ്യ നോക്കിയിരിക്കുന്നു അല്ലെ, വിളിച്ചില്ലല്ലോ. 61 വിളിച്ചോ, വായിച്ചോ. ടേക്ക് ഓവർ. ടു ഗെയിൻ കൺട്രോൾ ഓവർ. ടു ഗെയിൻ കൺട്രോൾ ഓവർ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞു വെച്ചാല് നിയന്ത്രണം ഏറ്റെടുക്കുക. To gain control, the new doctor has to take over the duties of the old woman. The gain control over എന്ന് പറഞ്ഞു വെച്ചാല് അതന്നെയല്ലേ ഉള്ളൂ മീനിങ്. ഏറ്റെടുക്കുക, നിയന്ത്രണം നേടാൻ ഏറ്റെടുക്കുക, നിയന്ത്രണം ഏറ്റെടുക്കുക അല്ലെങ്കിൽ സംരക്ഷണം ഏറ്റെടുക്കുക, അങ്ങനെ. ദ ന്യൂ ഡോക്ടർ, പുതിയൊരു ഡോക്ടർ ഒരു വൃദ്ധയുടെ നിയന്ത്രണം ഏറ്റെടുത്തു, സംരക്ഷണം ഏറ്റെടുത്തു. നെക്സ്റ്റ് 62 ടേക്ക് അപ്പ് ഓക്യുപ്പൈ റൈസ്. ടേക്ക് അപ്പ് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ട് അവിടെ. ടേക്ക് അപ്പ് ആണ് വേർഡ്, ഓക്യുപ്പൈ റൈസ് രണ്ടർത്ഥം. ടേക്ക് അപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റെടുക്കുക, റൈസ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക. This work will take up a lot of time. ഈ ജോലിക്ക് ധാരാളം സമയമെടുക്കും. Very good. This work will take
a lot of time. അടുത്തത്. I will take up the matter with any member of the parliament. പാർലമെന്റിലെ ഏതൊരു അംഗവും ഈ വിഷയം ചർച്ച ചെയ്യും. അല്ല, ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യും. Okay. I will take. ഞാൻ ഉയർത്തിക്കൊണ്ടുവരും എന്ത് the matter, ഈ പ്രശ്നം, with any member of the parliament. പാർലമെന്റിലെ ഏതെങ്കിലും ഒരു മെമ്പറെ കൊണ്ട് ഞാൻ ഈ വിഷയം കൊണ്ടുവരും. ഓക്കെ. ടേൺ ഡൗൺ, റിജക്ട്. റിജക്ട് പറഞ്ഞാൽ നിരസിക്കുക. PSC turned down many application. നിരവധി ആളുകള് PSC-ക്കാർ അപേക്ഷ നിരസിച്ചു. PSC കറക്റ്റാണ്. PSC നിരവധി ആളുകളുടെ അപേക്ഷ നിരസിച്ചു. ടേൺഡ് അപ്പ്, അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ, അറൈവ്ഡ് പറഞ്ഞാൽ എത്തിച്ചേർന്നു. Many of them have not turned up to the meeting in time. മീറ്റിംഗ് ടൈമില് കുറച്ച് പേര് have not turned up, എത്തിച്ചേർന്നില്ല. Yes, very good. Turned up, arrived. Many of them have not turned up to the meeting in time. കൃത്യസമയത്ത് കുറച്ച് പേര് മീറ്റിംഗിന് എത്തിച്ചേർന്നില്ല. അടുത്തത്. Turn out, prove to be in the end. അവസാനിപ്പിക്കുക. പ്രൂവ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുക. അവസാനം തെളിയിക്കുക. The police had arrested him on suspicion, but it turned out that he was the criminal. പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കുറ്റവാളികളെ അവസാനം തെളിയിച്ചു. To be in the end, അവസാനം തെളിയിക്കുക. The police had arrested him on suspicion. സംശയം. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത് സംശയത്തിന്റെ പുറത്താണ്. But എന്നാൽ it turned out, ഇത് തെളിഞ്ഞു, സത്യമെന്ന് തെളിഞ്ഞു. എന്ത്? That he was the criminal. അവൻ തന്നെയായിരുന്നു ക്രിമിനൽ എന്ന് അവസാനം തെളിഞ്ഞു. Yes. Okay, Vidya. Very good. Yes. Then Aradi. Yes, sir. Yes. 66 വായിച്ചോളൂ. Turnover, upset. His mother's death turned him mentally over. Yes. അതായത് അമ്മയുടെ മരണം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. Very good. Okay. അടുത്തത്. Wind up, finish. She decided to wind up her account with that bank. അവള് തീരുമാനിച്ചു ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ. ആ ബാങ്കുമായിട്ടുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് അവള് തീരുമാനിച്ചു. ഓക്കെ. Run down, criticize. It is easy to run down the government, but it is difficult to suggest practical solution to our problems. Yes. ഗവൺമെന്റിനെ വിമർശിക്കാൻ എളുപ്പമാണ്. വെരി ഗുഡ്. സജസ്റ്റ്, നിർദ്ദേശിക്കുക. നമ്മുടെ ആവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ, സൊല്യൂഷൻ കണ്ടെത്താൻ പ്രയാസമാണ്. വെരി ഗുഡ്. റൺ ഡൗൺ, ക്രിട്ടിസൈസ്, വിമർശിക്കുക. ഇറ്റ് ഈസ് ഈസി ടു റൺ ഡൗൺ ദ ഗവൺമെന്റ്. ഗവൺമെന്റിനെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ബട്ട് ഈസ് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടാണ്. ടു സജസ്റ്റ് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ, പ്രായോഗികമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ. ടു അവർ പ്രോബ്ലംസ്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രായോഗികമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്തത്. Cling to, stick to. Children cling to their mother's clothes when they see strangers. പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ കുട്ടികൾ അമ്മയുടെ ഡ്രസ്സിൽ പിടിച്ചു നിൽക്കുന്നു. Yes.
സ്റ്റിക്ക് ടു എന്ന് പറഞ്ഞാൽ അല്ലിപ്പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ക്ലിങ് ടു, സ്റ്റിക്ക് ടു, അല്ലിപ്പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ആരതി? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 യെസ്. അപ്പോ ഇത് പരീക്ഷയ്ക്ക് ചോദ്യത്തിന് 2-3 ഉണ്ടാവും. യെസ്. അപ്പോ ആ അർത്ഥമുള്ള വാക്ക് ഷീ ഗേവ് അപ്പ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്. എന്റെ ഗേവ് അപ്പിന്റെ അടിയിൽ വരച്ചിട്ടുണ്ടാവും. അടിയിൽ ഗീവ് അപ്പ് ഒഴികെയുള്ള അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ വെച്ചിട്ടുണ്ടാവും. കറക്റ്റ് ആദ്യ അർത്ഥം പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് ചെയ്യാനായിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഈ 69 നമ്മൾ ഓർത്ത് വെക്കണോ? 69 ഓർക്കണ്ട, നിങ്ങൾ പഠിച്ചു വെച്ചോ, നല്ലതല്ലേ? യെസ്, ഫ്രേസൽ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാലേ പെട്ടെന്ന് ആളുകൾക്ക് പിടികിട്ടൂല. ഇപ്പൊ ആൻസിയും ആരതിയും ഒരു സ്ഥലത്ത് ഇരിക്കണം. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പൊ അയാൾ അറിയാത്ത രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വെച്ച് പറയാം, പെട്ടെന്ന് പിടികിട്ടൂല. അങ്ങനെയൊക്കെ പറയാനാണ് ഉപയോഗിക്കുക. യെസ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ അടുത്തൊരു വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ആരും തന്നെ വിളിക്കാം. അനുവാണ് നല്ലത്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അനു മ്യൂട്ട് ചെയ്തോ. അനുവിന്റെ ചോദ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, മ്യൂട്ട് ചെയ്ത് ശരി വന്നാവും. ആദ്യം അനു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ, എല്ലാവരും പറയാം. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. ഇപ്പൊ നിങ്ങള് SSLCക്ക് പഠിച്ചു, അല്ല LP സ്കൂളിൽ പഠിച്ചു, UP സ്കൂളിൽ പഠിച്ചു, ഹൈസ്കൂളിൽ പഠിച്ചു, +2 പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞ് കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? ആരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ? അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ടീച്ചറിന്റെ പേര് പറയാനുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പറയാം, മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് സരസ്വതി ടീച്ചർ. എന്റെ പ്രിയപ്പെട്ട ടീച്ചർ സരസ്വതി ടീച്ചറാണ്. അടുത്ത കാര്യം പറയുന്നത്, ഷീ ടോട്ട് മീ അറ്റ് സ്റ്റാൻഡേർഡ് 6, 7 and 8. ഓർ ഷീ ടോട്ട് മീ സോഷ്യൽ സയൻസ് അറ്റ് സ്റ്റാൻഡേർഡ് 8 and 9. അല്ലെങ്കിൽ ഷീ വാസ് മൈ ക്ലാസ് ടീച്ചർ അറ്റ് സ്റ്റാൻഡേർഡ്, അങ്ങനെ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് നിങ്ങൾ സരസ്വതി ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത്? അതിന്റെ കാരണം പറയണം. വൈ ഡു യു ലൈക്ക് സരസ്വതി ടീച്ചർ മോസ്റ്റ്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഓർക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവും. ആ ടീച്ചറിന്റെ പേര് നിങ്ങൾ ഓർക്കുക. യെസ്, ചിലപ്പോൾ ടീച്ചർ ചിലപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ടീച്ചർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഒരു കാരണം. ഞാനിത് പറയുന്നത്, ഭാവിയിൽ നിങ്ങളും ഒരു ടീച്ചറായി നിങ്ങളും അത് പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം വേറൊരു തലമുറയിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്ന അന്നത്തെ ഒരു ജോബ് സ്ഥാനം ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയണം, ഞങ്ങൾക്ക് ഒരു കുട്ടി പറയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ആൻസി ടീച്ചറായിരുന്നു. അടുത്ത കുട്ടി പറയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ സുധി ടീച്ചറായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ജെൻസി ടീച്ചറായിരുന്നു എന്ന് പറയണം. നമ്മളിപ്പോഴും അവരെ ഓർക്കാൻ കാരണം അത്രയും നമ്മൾ അവർക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടും അവർ നമുക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടും. യെസ്, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒന്ന് നോക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറിന്റെ പേര് ആ ഫ്രണ്ടിലിരിക്കുന്ന കടലാസിൽ എഴുതുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ടീച്ചറിന്. യെസ്, ആ ടീച്ചറിന്റെ പേര് എഴുതുക. എന്തുകൊണ്ട്? ചിലപ്പോൾ നിങ്ങൾക്ക് മറക്കാനാവാത്തൊരു ഇൻസിഡന്റ് ഉണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട ടീച്ചർ എന്റെ അംഗൻവാടിയിലെ ടീച്ചറാണ്.
നോക്കി ഇത് പറയുമ്പോ ആ കുട്ടിക്ക് തന്നെ 10-30 വയസ്സ് കിട്ടും. 30-32 വയസ്സുള്ള ഒരാളാ പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എന്റെ നേഴ്സറി സ്കൂളിൽ ടീച്ചറിനെയാണ്. യെസ്, ഞാൻ എന്തെങ്കിലും ജീവിതത്തിലായിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ടീച്ചർ. യെസ്, ഈ ചെറിയ കുട്ടികളെ റെഡിയാക്കി എടുക്കാനാണ് വലിയ പാട്. അപ്പൊ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മുഴുവനോടല്ല, അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. നമ്മളാണ് അവരുടെ ഹീറോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും, നിങ്ങളുടെ കുട്ടി ഒരു 3-4 വയസ്സുള്ളപ്പോൾ നിങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് അവന് വേറൊരു സത്യമില്ല. നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്റെ അമ്മ ഇതാണ് പറയുന്നത്, ഇതാണ് ശരി. ഇതേ കൊച്ച് ഒരു 8-9 തിരിഞ്ഞു ചോദിക്കും, അമ്മക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ, വല്ല വിവരമുണ്ട് അല്ലേ, ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ, ഞാനതങ്ങനെ ചെയ്തോളാം എന്ന് പറയും. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് മുഴുവൻ അവരങ്ങനെ തരും. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ആ ടീച്ചറിന്റെ പേര് നിങ്ങൾ എഴുതുന്നു. ആ ടീച്ചറിനെ കുറിച്ച് ഓരോരുത്തരും 2-3 വാചകം പറയുന്നു. ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ദാറ്റ് യു ക്യാൻ ഗിവ് ടു യുവർ ടീച്ചർ. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ട്രിബ്യൂട്ട്. യെസ്, ഓക്കെ. അപ്പോ ഇത് ഞാനിപ്പോ ഇത് കയറ്റി പിടിച്ചത് അനുവിനൊന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അനുവിനൊന്ന് ചിന്തിക്കാനുള്ള, അനുവിന് ആദ്യം പറയാം, ഒരു ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വിഷയം പറഞ്ഞതിന് ശേഷം കയറി കുറച്ചു നേരം വന്നത്. യെസ്, അപ്പോ എഴുതുക. മറക്കാനാവാത്ത ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ പറയുക, എന്താണ് സംഭവം എന്ന്. യെസ്, ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഇന്ന ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നു, കാരണം എന്റെ കല്യാണത്തിന് വന്ന് എന്നെ ചീത്ത പറഞ്ഞു പോയത് ആ ടീച്ചറാണ്. നോക്കിയൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ആ കുട്ടി ഇത് എന്നോട് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കും, ആ കല്യാണത്തിന് വന്നിട്ട് ചീത്ത പറഞ്ഞു പോയ ആ ടീച്ചറാണോ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ? അപ്പോ അതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് പറയണം, എന്നെ കുറെ ചീത്ത പറയും, എന്തിനാണ് ഇപ്പൊ കല്യാണം കഴിച്ചത്? എന്നിട്ട് അത് പറഞ്ഞു, നീ എവിടെ എത്തേണ്ട ആളാണെന്ന് അറിയാമോ, ഈ ലെവലൊന്നുമല്ല നീ നിൽക്കേണ്ടത്, നീ വളരെ ലെവലിൽ എത്തേണ്ട ഒരാളാണ്. പക്ഷെ നീ കല്യാണം കഴിച്ച്, പക്ഷെ ഇതോടുകൂടി ഇനി നീ അവിടെ എത്തുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടി പറയുക, അന്ന് ടീച്ചർ പറഞ്ഞത് പിന്നീട് എന്റെ ജീവിതത്തിനുമായിട്ട് താരതമ്യം ചെയ്യും, ദാറ്റ് വാസ് കറക്റ്റ്. പക്ഷെ ആ ടീച്ചർ ആയതുകൊണ്ട് ടീച്ചർക്ക് അത് മുൻകൂട്ടി പറയാൻ പറ്റി. യെസ്, വിവാഹം കഴിക്കണ്ടെന്ന് പറയുന്നതല്ല, ഞാൻ പറയണം, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ടീച്ചർമാർക്ക് വളരെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകള് കളിക്കുന്ന കാണുമ്പോൾ മാറി നിന്ന് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ചില പ്രതീക്ഷകൾ വരാറില്ലേ റസീന? നർമ്മതൊക്കെ വരാറുണ്ട് അല്ലേ, പ്രതീക്ഷകൾ വരാറില്ലേ? യെസ്, ഇവന് ഇന്ന ലെവലിൽ എത്തിക്കണം, ഇന്ന എത്തിക്കണം എന്ന് മനസാക്ഷിത്വത്തോട് ചോദ്യം. എന്തായാലും പറയുന്നു, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായില്ലേ അതേ പ്രതീക്ഷയൊക്കെ തന്നെ. യെസ്, അപ്പോ അതും ഒരു കാര്യമാണ് അല്ലേ, എല്ലാ വർഷവും നമ്മൾ പരിഹരിക്കണമല്ലോ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം, നമുക്കത് പറഞ്ഞു തരാനും നമുക്ക് ആ ഒരു രീതി നമ്മൾ ട്രാക്കിലോട്ട് എത്തിക്കാനും നമ്മുടെ പദാർത്ഥ എല്ലാവർക്കും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. സോ നമ്മളെ നിയന്ത്രിച്ചാൽ ഒരുപക്ഷെ നമ്മളും ഒരു ടീച്ചറായാൽ ഭാവിയിൽ നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർ എവിടെയോ ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. യെസ്, ഒരുപക്ഷെ ആ ടീച്ചർ പഠിപ്പിച്ച അതേ വിഷയമായിരിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ്. യെസ്, അനു, വെരി ഗുഡ്, കറക്റ്റ് ആണ് അല്ലെ, അനുവിന്റെ ഹൃദയത്തിലേക്കാണ് അത് കൊണ്ടത്. യെസ്, ദാറ്റ് വിൽ ബി ദ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഓൺലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലവ് ടു ദ ടീച്ചർ. അതിന്റെ മെയിൻ കാരണം എന്താണ്? ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നിങ്ങൾ ഒന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കി, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ചില വിഷയങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം അത് പഠിപ്പിച്ച ടീച്ചറല്ലേ ആണ്.
ചില വിഷയങ്ങളോട് നമുക്ക് ദേഷ്യം തോന്നാൻ കാരണം എന്താണ്? അത് പഠിപ്പിച്ച ടീച്ചർ. യെസ്. അപ്പൊ ടീച്ചറിനോടുള്ള ദേഷ്യം ആ വിഷയത്തോടുള്ള ഇഷ്ടക്കേടായിട്ട് മാറിയിട്ടുണ്ട്. ടീച്ചറിനോടുള്ള ഇഷ്ടം ആ വിഷയത്തോടുള്ള ഇഷ്ടമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ വെറുതെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചോദിക്കുന്നു, ഇംഗ്ലീഷൊക്കെ ഇപ്പൊ ഇഷ്ടമല്ലേ? ഓക്കെ അനു, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ അനു യു സ്റ്റാർട്ട്. അപ്പൊ അനു പറയുന്നത് ഒരു മോഡൽ എടുക്കുക, ഓരോരുത്തരും പ്രസന്റ് ചെയ്യാം. ഓക്കെ അനു, ഐശ്വര്യമായിട്ട് ആരംഭിച്ചോളൂ അനു. My favorite teacher is my physics teacher in class 11th and 12th. Yes. His name is Saint Sebastian. Yes. Today also I have a good touch with him. Yes. He has a very good smiling face. Yes. He explains the lessons very simple. Yes. The thing I liked in him is that when I came from Malayalam medium to English medium from 11th and 12th. Yes. 11th and 12th we used to learn English in English, right? Yes. So that time it was very difficult for me in speaking in English, writing in English. So in that time he helped me in very lot. Yes. For I remember that my first term exam I got very less mark in physics. Yes. The same time I got full marks in physics in class 10. Yes. So he called me to his office room and discussed with me my problems and helped me very. He helped me very lot in understanding my difficulties and helping me, motivating me. Yes. Then I started loving the subject. Yes. Slowly he became my good teacher. Yes. Because of him, I took my main subject as physics and did the PG in that. Yes. That's why I like sir very much. Sebastian sir is your favorite sir? Sorry, sir? His name is Sebastian. Saint Sebastian. Saint Sebastian. Yes. Oh, very good, very good. Z-D-N son. Z-D-N son. That's Oh, spelling. okay, very good, very good. First, when you told that, I thought that you are going to tell the name of the school, Saint Sebastian School. No, sir. Yes, okay, very good, very good, very good. And ഞാൻ അവിടെയോ ഒരു ചെറിയൊരു കല്ല് കടിക്കുന്നത് പോലെ ഫീലിയർക്കാരെങ്കിലും ഇരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. Z-D-N son. Okay. Very good. I know your narration was that also very good. Okay. ഒരുപക്ഷെ നിങ്ങൾ ട്യൂഷൻ പഠിപ്പിച്ച ടീച്ചറോ സാറോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് അധ്യാപകനും അധ്യാപികയും. So I know anything more? Nothing was. I know I was not prepared for that. Just I was recalling my school days, my 11th and 12th days. After my first time examination, I was crying, and I remember that sir was consoling me. And actually, my 8th, 9th, 10th, my physics teacher was his sister, his own sister. Yes. Sir's sister Leena Miss, and Leena Miss told Sensor that our Anu is a good child, and she is very intelligent in science quizzes, and very full marks in physics and chemistry. So sir has some expectation about me. Yes. After the first time examination. So when I came, my marks was too down. He called me into his room and talked with me. I was just recalling that moments today. Now. Okay. Yes, very good. I know. Send this recorded video to Saint Sebastian sir. Yes. Okay. My words about you.
വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അനു വളരെ രസകരമായിട്ട് അനു പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി ആരാണ് വരുന്നത്? ആൻസി, ആർ യു റെഡി? Sir, no words to tell me because all teachers are equal for me. Yes, okay. എന്നാലും ഒരു ടീച്ചർ ഉണ്ടാവുമല്ലോ. Sir, no, sir, because when I studied in class 1 to 10, I was back in study, so all the teacher was what to say? Not in touch with me, അല്ലേ? Yes, because Yes, okay. I am always sitting in back seat, so they will not care about me. Okay. Okay. Then എന്നാലും ഉണ്ടാവില്ലേ? ആൻസിക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പഠിപ്പിച്ചേല്? That English ma'am in standard 10th, Vidya ma'am. Vidya ma'am. Yes. That was your favorite teacher? Yes. My favorite teacher is Vidya, but all teachers are equal because teachers are always, we want to respect them. So there is no one to say. Yes. Okay. So Ansi is telling that she was not very expert in studying. She was sitting at the back bench. So first bench ഇരിക്കുന്നവരായിട്ട് ടീച്ചർമാരെ എപ്പോഴും ഒരു ഇന്റിമസി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇന്റിമസി ആൻസിക്ക് കിട്ടിയില്ല. പക്ഷെ എങ്കിലും by her observation, English teacher was Ansi's. But sir, in +1 and +2, I was the topper in school. വെരി ഗുഡ്. അത് വളരെയധികം പ്രത്യേകത നമ്മൾ കണ്ടുവരുന്നുണ്ട്. കാരണം SSLC വരെ നല്ല തകർത്ത് പഠിക്കുന്ന കുട്ടികളെ ആ +1 +2 അങ്ങനെ അറിയും. പക്ഷേ SSLC വരെ ഒരു മീഡിയം ലെവലിൽ പോകുന്ന ചില കുട്ടികൾ, മീഡിയം ലെവൽ, ആവറേജ് ലെവലിൽ പോകുന്ന കുട്ടികൾ ചിലപ്പോ ആ +2 അത് കഴിയുള്ളൂ അവിടെ തുടങ്ങിയിട്ടില്ല. അങ്ങോട്ടവർ കയറ്റോടെ ചെറുക്കഴിഞ്ഞ പിന്നെ താഴേക്ക് ഇറങ്ങില്ല, വേറെ ലെവലാണ്. യെസ്, അത് പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട്. യെസ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് കുട്ടികളുടെ ജീവിതത്തിൽ. ആ ടേണിംഗ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. Okay, sir, പറയാം. My two teachers were my favorite. One is Geeta teacher. She's taught me when I was in high school. She's very kind and helpful. Then she treats all students equally. Then she scolded me many times. Then another one is Koti master. He taught me in +2 class. Once time I didn't write my name on the question paper. He gave me a new name, Anamika. So he always called me by that name. I really liked that name. That actually. Yes, okay. ആൻസിയും നർമ്മിതയും അനുവും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു 10 വയസ്സ് കുറഞ്ഞു പോയില്ലേ? Yes, sir. യെസ്, ഈ നർമ്മിതയുടെ വാക്കുകളിൽ നിന്ന് കറക്റ്റ് ഫീൽ ചെയ്യണ്ടേ? യെസ്, ഓക്കെ. നിങ്ങൾ ആ ലെവലിലോട്ട് അങ്ങോട്ട് പോയപ്പോ നിങ്ങളുടെ പ്രായം വളരെയായിട്ട് കുറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതെ സാർ, എനിക്ക് അങ്ങനെ ഒരു പുതിയൊരു നെയിം കിട്ടി അന്ന് തൊട്ട്, അനാമിക എന്ന്. അപ്പൊ എല്ലാരും എന്നെ അങ്ങനെ വിളിച്ചു. വെരി ഗുഡ്. നല്ല പേരാണ് അനാമിക. സാർ ഞാൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു ഞാൻ ഒരു നിലയ്ക്കും എത്തത്തില്ലെന്ന് പറഞ്ഞു, ഞാൻ തോറ്റു പോകൂന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത് എന്റെ അമ്മയും ഞാനും കരഞ്ഞോണ്ടാ ഇറങ്ങുന്നേ. പക്ഷെ ഞാൻ +1 പോയി പഠിച്ച സ്കൂളിൽ ഞാനായിരുന്നു അവിടുത്തെ ടോപ്പർ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ അത് എങ്ങും എത്തൂല. അതെ, ചില ടീച്ചർമാരുണ്ടല്ലോ നമുക്ക് വളക്കാം, ഒടിക്കരുത്. നമ്മൾ ഒരാളെ വിമർശിക്കുന്നതും അതൊക്കെ പറയുന്ന അയാൾ നേരെ അത് അയാളെ നശിപ്പിച്ച് കൈ കൊടുക്കാനല്ല. നമുക്ക് ഞാനൊരു വാക്ക് പറഞ്ഞത് ഒടിക്കാൻ നോക്കരുത്, ഒന്ന് വളക്കാം എന്ന് മാത്രം. പക്ഷെ നമുക്ക് നേരെയാക്കി എടുക്കാം. പിന്നെ നമ്മൾ പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുമ്പോൾ വ്യത്യാസങ്ങൾ നോക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് പറയണം, എങ്ങനെ പറയണത് നമ്മൾ പേര്. അതല്ലാതെ
നമ്മുടെ മനസ്സിലുള്ളത് മുഴുവൻ പറയാനായിട്ട് ഉള്ളൊരു അവസരമായിട്ട് നമ്മുടെ വിമർശനങ്ങൾ നമ്മൾ കാണാൻ. നമ്മൾ ഈ പറയുന്നത് അവര് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. യെസ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ആരോടെങ്കിലും എപ്പോഴൊക്കെ പറയുമ്പോൾ നോക്കുക, നമ്മളുടെ വാക്കുകളോട് അവര് ഇപ്പൊ ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങളൊരു തെറ്റ് ചെയ്യും, ചെറിയ കുട്ടിയായിരിക്കും, അച്ഛൻ വരുമ്പോ ഒരു വഴക്ക് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്നു. അനുജത്തിയാണെങ്കിൽ അത് ഇട്ടിങ്ങനെ മൂപ്പിച്ചോണ്ടിരിക്കണം, മറ്റേ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. യെസ്, അച്ഛൻ വന്നു, പക്ഷെ ആ വിഷയത്തെ കുറിച്ച് അച്ഛൻ ചോദിക്കുന്നേ ഇല്ല. നിങ്ങളുടെ മനസ്സിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കണം. ഇപ്പൊ വരും വിളി, ആൻസർ ചെയ്ത് ഇപ്പൊ വിളി വരും, അപ്പൊ ചെല്ലണം, ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിളിക്കുന്നേ ഇല്ല, ചോദിക്കുന്നേ ഇല്ല. അങ്ങനെ സന്ധ്യയായി, ഉഷസായി, പിറ്റേ ദിവസവും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ കൂടും. യെസ്, ഒരു പക്ഷേ വഴക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ വിഷമം വന്നേരത്തുണ്ടാവും. യെസ്, അതൊരു സൈക്കോളജിക്കലായ സംഗതിയാണ്. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് വഴക്ക് പറയാന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ മൂവ് ചില കാര്യങ്ങളെ, ചില കുട്ടികളെയൊക്കെ നന്നാക്കാനായിട്ട് ഉപകാരപ്പെടുന്നു. ഓക്കെ, ദാറ്റ് യു വിൽ എക്സ്പീരിയൻസ് വിത്ത് അതർ സ്റ്റുഡന്റ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ കാരണം നിങ്ങളത് പിന്നീട് അത് റെഡിയാക്കി വരും. ഓക്കെ ജിൻസി, യു ടെൽ അബൌട്ട്. Good morning, sir. Yes, good morning. I was completed my school education in Sri Narayana Higher Secondary School, Nangi City, Kaniguri, Idukki district, sir. Yes. My favorite teacher was Deena teacher. She was my maths teacher in class 9th and 10th. Yes. I am very close to her. Yes. And her way of teaching, affection, styling, all I loved. Yes. I'm not a good student for that class, but I am always sitting in first bench. Yes. Because I am too short in that time. Yes. Okay. So I'm always connected to the teachers. Yes. Maths, I'm very weak in maths, but she helped to how to solve maths problems. So I am not bad in maths, sir. Yes. Then I am remembering my Deena teacher. Always tears are coming from my eyes. I loved her very much, sir. Yes. Now also, I am very, how can I say? I'm very emotional. Very emotional connected to her. Yes. Okay, Lindsay, we can understand your emotion. We can understand your feelings. And intimacy to the teacher. നമുക്ക് ലാസ്റ്റ് ആയപ്പോഴും ജിൻസി ഗദ്ഗത വന്നു അല്ലേ? Okay, don't worry, Jinsi. We can understand it. Okay. Thanks, sir. Vidya പറയൂ. Yes, sir. Your favorite teacher? My favorite teacher is Madhavikutty teacher. Madhavikutty teacher. Oh, നല്ല പേരാണല്ലോ. She is my class teacher in 9th class. She teaches us maths. Maths is my favorite subject. Yes. She is a good teacher. And she is a very caring. Her teacher is good. Whatever she tells us, we understand better than others. Therefore, she was my favorite teacher. Yes. I love another teacher too. Yes. She teaches us up to 7th standard. I also like my sports sir, named Yes. Babu sir. Yes. He always call me my house name. Yes. The house name Kaliyakone. Hello. And he's encouraged me in sports activities, but Yes. he's no more now Yes. because of heart attack. Yes. I love sports sir, Babu sir.
ഓക്കെ. അപ്പൊ വിദ്യ വളരെ ഇന്റലിജന്റ് ആണ്. കാരണം മാത്സ് വാസ് വിദ്യാസ് ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞപ്പോ മാത്സിന് ഇഷ്ടപ്പെടുന്നവര് സാധാരണക്കാരല്ല. അവര് കുറച്ചുകൂടി ഹൈടെക് ആണ്. ഓക്കെ ആയിരുന്നു, കറക്റ്റ് ആണ് കേട്ടോ. അത് വേറെ ലെവലാണ്. ഓക്കെ ഓക്കെ വിദ്യ, നന്നായിട്ട് പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ ആർസു. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞു. My favorite teacher was Anita, Mrs. Anita. She taught English. She was my English teacher. She was very polite. She was calm every time. She takes a class in very simple and entertaining way. She never get angry and irritated. She helped me in studies. Studies. She was my teacher in ninth and 7th and 8th in Delhi, Kendriya Vidyalaya, Delhi. യെസ്. Okay, thank you, sir. ഓക്കെ. ആർസു വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. റസീന. റസീന. Yes, sir. Who was your favorite teacher? Rosina, Nikki, Suchu, My favorite teacher is Deba Miss, which is studying in class 11, teaching a subject physics. Deba Miss is my favorite teacher because she's class is very easy to understand. The subject is my toughest subject, but in plus 2 examination I got 60 out of 60 in in the subject physics. Then I take degree in BSc physics. Then I take PG is that subject physics. You also took PG in physics. Yes, because of that one teacher, Deeba Miss. Okay. അവിടെ ഒരു സെയിം സെബാസ്റ്റ്യൻ പകരം അനു PG എടുത്ത് ഫിസിക്സ്. നോക്കി, ഇവിടെ ഒരാൾ കൂടി ഇട്ടിട്ട് PG ഫിസിക്സ്. ഓക്കെ. കണ്ടിന്യൂ. സത്യം പറഞ്ഞ സാറേ, ആ സബ്ജക്ട് ഭയങ്കര പാടാണ്. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഈ മിസ് പഠിപ്പിച്ചതിലൂടെ ഭയങ്കര ഈസിയുള്ള സബ്ജക്റ്റായി മാറിയത്. അങ്ങനെ അതില് പോയി. കറക്റ്റ്. ഓക്കെ. ഇനി എന്തെങ്കിലും ടീച്ചറെ കുറിച്ച് വീണ്ടും എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. ടീച്ചർ അത്ര സൂപ്പർ ആയിരുന്നു. യെസ്. ഓക്കെ, വെരി ഗുഡ്. ഭാവിയില് റസീന പഠിപ്പിക്കുന്ന കുട്ടികളെ റസീനയെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആരതിയിലേക്ക് പോകുന്നു. ആരതി. Yes, sir. My favorite sir is Uttaman sir. Uttaman sir. He taught Okay. Hindi from 5th standard to 10th standard. Yes. I always got more marks in that subject. Yes. I have never seen him get angry. Yes. We can tell you anything openly. Yes. Sir, we can be friendly without fear. Yes. But sir is no longer alive. Sir. Yes. That is all. Very good. Okay, Ardi. Ansi, Anu, Jinsi, Vidya, Narmida, Rasina, Arso, Ardi. Okay. എല്ലാവരും വളരെ നന്നായിട്ട് പറഞ്ഞിട്ട്. യെസ്, വെരി ഗുഡ് പ്രസന്റേഷൻ. നിങ്ങൾക്ക് നല്ല പ്രസന്റേഷൻ സ്കിൽ ഉണ്ട്. ഓക്കെ. ഇതിനകത്ത് ചില പാതകളൊക്കെ ഉണ്ട്, പക്ഷേ അത് പരിഹരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 10 മിനിറ്റ് മുമ്പാണ് ഈ വിഷയം നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ബെറ്ററാണ്. ഇപ്പൊ നിങ്ങൾ ഗുഡാണ്, അപ്പൊ നിങ്ങൾ എന്താണ് ബെറ്ററാണ്. പിന്നെ കുറച്ചുകൂടിയാണ് കഴിഞ്ഞ് കഴിയുമ്പോൾ യു വിൽ ബി ദ ബെസ്റ്റ്. നിങ്ങളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചിലപ്പോ ഞാൻ തന്നെ ഇരിക്കുന്ന ആളെയും വരിക എന്ന് പറഞ്ഞുകൊണ്ട് യെസ്. അപ്പൊ നമുക്ക്
പുതിയൊരു ചാപ്റ്റർ, പുതിയ കുറച്ച് കാര്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യും. Thank you. ഓക്കെ, അപ്പൊ താങ്ക്സിൽ ക്ലോസ് ചെയ്യണം. Thank you, sir. Thank you, sir. ഓക്കെ.